കോൺഗ്രസിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയേക്കാൾ മികച്ച ആളുകളുണ്ടായിരുന്നു. NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. തൃശൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കാണുമ്പോൾ പാവം തോന്നുമെന്ന് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. തന്നോട് ചെയ്തതുപോലെ പിന്നിൽ നിന്ന് കുത്തൽ അദ്ദേഹവും നേരിടുന്നുണ്ട്. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയേക്കാൾ മികച്ച ആളുകൾ കോൺഗ്രസിൽ ഉണ്ടായിരുന്നുവെന്നും അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കോക്കസുകളുടെ കയ്യിലാണ് കോൺഗ്രസ്, പ്രത്യേകിച്ച് തൃശൂരിലെ കോൺഗ്രസ്. ആൾക്കാർക്ക് കോൺഗ്രസിൽ നിൽക്കാൻ പറ്റില്ല, ഇനിയും കൊഴിഞ്ഞുപോക്കുണ്ടാകും. ആരും അവിടെ ഹാപ്പിയല്ലെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. മാത്രമല്ല, തൃശൂരിൽ കോൺഗ്രസിന് തിരിച്ചുവരവ് ബുദ്ധിമുട്ടാണെന്നും പത്മജ പറഞ്ഞു. രാജൻ പല്ലനാണ് തൃശൂരിലെ UDF സ്ഥാനാർത്ഥി. LDFനായി കളത്തിലിറങ്ങുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. BJPയിൽ വലിയ അടിയും പ്രശ്നവും ഇല്ലാത്തതിനാൽ സമാധാനമുണ്ടെന്നും പത്മജ പ്രതികരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമെത്തുന്നത് തൃശൂരിലാണ്. അദ്ദേഹത്തോട് നന്ദിയുണ്ട്. ഞാൻ കണ്ടതിൽ ആളുകൾക്ക് ഏറ്റവും താല്പര്യം മോദിയോടാണെന്നും പത്മജ പറഞ്ഞു. സുരേഷ് ഗോപി പ്രചാരണത്തിൽ എപ്പോഴും കൂടെയുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും കുറവ് വന്നാൽ ആദ്യം അദ്ദേഹം വിളിച്ചു പറയും. തനിക്ക് അനുകൂലമായ സമീപനമാണ് വോട്ടർമാരിൽ നിന്നുണ്ടാവുന്നതെന്നും പത്മജ പ്രതീക്ഷ പങ്കുവച്ചു. BJP ഒരു ഹിന്ദു പാർട്ടിയല്ലെന്നും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും BJPയുടെ ഭാഗമായുണ്ടെന്നും ജമാഅത്തിനെ കൂട്ടുപിടിക്കുന്നവരാണ് BJPയെ കുറ്റപ്പെടുത്തുന്നതെന്നാണ് തമാശയെന്നും പത്മജ പറഞ്ഞു. അതേസമയം തൃശൂർകാർ തന്നെ ഇത്തവണ കൈവിടില്ലെന്ന വലിയ പ്രതീക്ഷ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച വേളയിൽ തന്നെ പത്മജ പങ്കുവച്ചിരുന്നു. എവിടെ മത്സരിക്കണമെന്ന് BJP തന്നോട് ചോദിച്ചപ്പോൾ തൃശൂർ മതിയെന്ന് താൻ പറഞ്ഞുവെന്നും അത്രയും തൃശൂരുകാരെ വിശ്വാസമാണ് എന്നുമായിരുന്നു പത്മജ വേണുഗോപാൽ പറഞ്ഞത്. പദ്ധതികൾ നടപ്പാക്കാൻ പിതാവ് കരുണാകരൻ കാട്ടിയ ധൈര്യം തനിക്കുമുണ്ട് എന്നും അവർ കൂട്ടിച്ചേർത്തു. ജനങ്ങൾ തന്നെ തള്ളിക്കളയില്ലെന്നാണ് വിശ്വാസമെന്നും പത്മജ പറഞ്ഞിരുന്നു.